നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണയായിട്ട് ഒരാളായിരിക്കും ജോലിക്ക് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം ആ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്നു. പക്ഷെ ഇതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ മാത്രം സമ്പാദിക്കുന്നത് സേഫ് അല്ല. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ലോസ് ആയാൽ അയാൾ മാത്രമല്ല, ആ ഫാമിലി മുഴുവനും കൊളാപ്സ് ആവും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഓരോ ഫാമിലി മെമ്പറും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതുണ്ട്. വലിയ തുക സമ്പാദിക്കണമെന്നല്ല, ചെറിയൊരു തുകയായാലും മതി. ഇതുമൂലം ഒരാളുടെ ചുമലിലെ ഭാരം കുറയുകയും ചെയ്യും. വീട്ടമ്മയായാലും മുതിർന്നവരായാലും സ്വന്തമായി സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസവും ബഹുമാനവും ചെറുതല്ല. സാധാരണ രീതിയിൽ പാവപ്പെട്ട വീടുകളിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. കാരണം രണ്ടുപേരും ജോലിക്ക് മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ പണക്കാര് പണം ആവശ്യം കൊണ്ടല്ല, അവരെപ്പോഴും എൻഗേജ് ആയിരിക്കാൻ വേണ്ടി എല്ലാവരും ജോലിക്ക് പോകും. പലപ്പോഴും മിഡിൽ ക്ലാസ് ഫാമിലികളാണ് ഒരാൾ മാത്രം ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരാൾ മാത്രം സമ്പാദിക്കുന്നത്. എന്തുകൊണ്ട് വീട്ടമ്മമാർക്ക് സമ്പാദിച്ചുകൂടാ? പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഓൺലൈൻ വേൾഡിൽ, ഡിജിറ്റൽ ലോകത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ ഒത്തിരി മാർഗമുണ്ട്. നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം, മെനക്കെടണം എന്ന് മാത്രം. നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾക്ക് ബേക്കിംഗ് ചെയ്യാം, ക്രാഫ്റ്റിംഗ് ചെയ്യാം, അതേപോലെ ടൈലറിങ് ചെയ്യാം, ട്യൂഷൻ എടുക്കാം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഹോം മെയ്ഡ് ഫുഡുകളുടെ ആവശ്യം വളരെയധികം കൂടി വരികയാണ്. പ്രത്യേകിച്ച് പിക്കിൾ ബിസിനസ്, ഉച്ചഭക്ഷണം അല്ലെങ്കിൽ പലഹാരങ്ങൾ എന്നിവ ഉണ്ടാക്കി നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾക്ക് കെമിക്കലിന്റെ അളവ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായി വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ഡിമാൻഡുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന കുങ്കുമം, ഒരുപാട് പേരിൽ കുങ്കുമം ഇട്ടിട്ട് അലർജി ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ. അത് നമുക്ക് എന്തുകൊണ്ട് വീട്ടുകളിൽ ചെയ്ത് വീട്ടുകളിൽ തന്നെ പാക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചുകൂടാ? ഒരുപാട് ആളുകൾ പച്ചക്കറി തൈകൾ, പച്ചക്കറി ചെടികൾ വിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാര ചെടികൾ പോലും ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പല ഫംഗ്ഷനുകൾക്കും വാടകയ്ക്ക് പോലും പലരും അലങ്കാര ചെടികൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പലപ്പോഴും ഒരു വാട്സപ്പ് അക്കൗണ്ട് മാത്രം മതിയാവും. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ്, ഡിസൈനിങ്, കോഡിങ്, എഡിറ്റിങ്, ഓൺലൈൻ ട്യൂഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിന് പലപ്പോഴും മൊബൈൽ ഫോണും ഇന്റർനെറ്റും മാത്രം മതിയാവും. ഇനി നിങ്ങൾ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫാമിംഗ് തുടങ്ങാം, അതേപോലെ കൺസൾട്ടൻസി ആരംഭിക്കാം, ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിൽക്കാം, അതുപോലെ തന്നെ ടെറസ് ഗാർഡനിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രശ്നം മൂലധനമാണ് അല്ലെങ്കിൽ പണമാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ ലോൺ വഴി സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വായ്പയായി 10 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇനിയല്ല, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് കുടുംബശ്രീ വഴിയും വായ്പ ലഭിക്കുന്നതാണ്. ഒരു വീട്ടില് 4 പേരുണ്ടെങ്കിൽ 4 ഇൻകം സ്ട്രീം ഉണ്ടാവാം. അപ്പോൾ അതൊരു ഫാമിലി മാത്രമല്ല, ഒരു മിനി കമ്പനി കൂടി ആവും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊരു ആഡംബരമല്ല, അതൊരു ആവശ്യകതയാണ്. ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്ന കരുതി ഒരു കുടുംബവും അനാഥമാവാതിരിക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങളൊരു ചെറിയ സംരംഭം ആരംഭിക്കൂ. ഓരോരുത്തർക്കും ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.